പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇമ്മാനുവേലായ അങ്ങ് ഞങ്ങളോട് കൂടെ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ മനുഷ്യരൂപം പൂണ്ട് അങ്ങ് ഞങ്ങളിൽ ഒരുവനായി, പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ഞങ്ങളിൽ സമനായി കർത്താവെ ഞങ്ങളെ ദൈവത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടി പറുദീസായിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സന്തോഷം, അതുപോലെ തന്നെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി തിരികെ നൽകാൻ വേണ്ടി അങ്ങ് മനുഷ്യനായിട്ട് അവതരിച്ചല്ലോ. അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളിതാ തുറന്നു വെക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ. എളിമയോടെ അങ്ങയെ സ്വീകരിക്കാൻ, അങ്ങയോട് ചേർന്ന് നടക്കാൻ, ജീവിത പ്രതിസന്ധികളെ അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ഡിസംബർ മാസത്തിന്റെ 19-ാം ദിനത്തില് ദൈവമായ കർത്താവ് എന്ന് നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്ന ദൈവത്തിന്റെ വചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം 25-ാം തിരുവചനമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ തോന്നാൻ കാരണം ആദ്യത്തെ 21 വാക്യങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കുന്നു. അതിനുശേഷം 68-ാമത്തെ വാക്യം കഴിഞ്ഞ് വീണ്ടും 24 എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അത് ക്രമീകരിച്ച രീതിയാണ്. നമ്മൾ അതിന്റെ അവസാന ഭാഗത്ത് 25-ാം ഭാഗത്ത് ഇങ്ങനെ കാണുകയാണ്: എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4-മത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെ ആയിരിക്കുന്നു. ഈശോ സ്നേഹമുള്ളവർ, എത്രയോ മനോഹരമായിട്ടുള്ളൊരു അനുഭവം. അത്രയേറെ അഗ്നിക്കുഴിയിൽ അവിടെ ദാനിയേൽ പ്രവാചകൻ കിടക്കുകയാണ്. ആ അവസരത്തില് രാജാവ് പറയുകയാണ്, 3 പേരെയാണ് അവരെ അഗ്നിക്കുഴിയിലേക്ക് എറിഞ്ഞതെങ്കിൽ ഈ അഗ്നി ജ്വലിച്ചപ്പോൾ ചുറ്റും നിന്ന ആ പട്ടാളക്കാര്, സേവകരൊക്കെ കരിഞ്ഞ് ചാരമായി പോയി, ഭസ്മമായി പോയി. എന്നാൽ ഈ അഗ്നിക്കുഴിയിലേക്ക് എറിയപ്പെട്ടവര് ദാനിയേൽ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പിന്നെ മറ്റു 2 പേരും. എന്നാൽ ഇവിടെ കാണുകയാണ് 4-മതായിട്ടൊരാൾ അവരോടൊപ്പം നിൽക്കുന്നതായിട്ട് കാണുന്നു. ആരെയും അഗ്നി തൊടുക പോലും ചെയ്തില്ല. അഗ്നിയിൽ ശുദ്ധി നേടിയവരാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. ഇമ്മാനുവേൽ നമ്മോട് കൂടെ. ജീവിതത്തിന്റെ ഏതൊരു കഠിനമായ അവസ്ഥയിലും ദൈവം കൂടെയുണ്ട് എന്നുള്ള ചിന്ത, ആ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത്. ജീവിതത്തിന്റെ പ്രതിസന്ധികള്, പരീക്ഷണങ്ങള്, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അവസരങ്ങളൊക്കെ എന്റെയും നിന്റെയും ജീവിതത്തില് താമസം പിന്നെ കടന്നു വരുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ പ്രിയമുള്ളവരെ, ദാനിയേൽ ആ അഗ്നിക്കുഴിയിൽ കിടക്കുമ്പോ നമ്മൾ കാണുന്നുണ്ട് അവിടെ ദൈവത്തിന്റെ ഇടപെടൽ. ദൈവം തന്റെ ദൂതനെ, ദൈവം തന്നെ അവിടെ ഇറങ്ങിച്ചെന്ന് അവരെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. ശദ്രാക്, മിസാക്, മെഷാക്, അബദ്നഗോ, ഈ 3 പേര് അഗ്നിക്കുഴിയിൽ കിടക്കുന്നു. എന്നാൽ ദൈവം അവരോടുകൂടെ ചെല്ലുകയാണ്. ദൈവം അവരെ സംരക്ഷിക്കുകയാണ്. കർത്താവിന്റെ ശക്തമായ കരം. നമ്മുടെ ജീവിത പ്രതിസന്ധികൾ, ഒരുപാട് അസ്വസ്ഥത നമുക്കുണ്ട്. നമ്മളും വീഴുന്ന അഗ്നിക്കുഴികള്, രോഗാവസ്ഥകള്, കുടുംബ പ്രശ്നങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, അങ്ങനെ 100 പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ കരകാണാതെ നമ്മൾ നിൽക്കുമ്പോ, അഗ്നിക്കുഴിയിൽ കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവമേ ഇതെന്നെ വിട്ടുപോകട്ടെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, എന്റെ ഈ പ്രതിസന്ധികളുടെ നടുവില് അങ്ങ് എന്റെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങയുടെ ശക്തമായ കരം എന്റെ കൂടെ ഉണ്ടാകണം. ദൈവമേ, അങ്ങ് എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ഒരു വലിയൊരു സന്ദേശമാണ് പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മുടെ ജീവിതാവസ്ഥകളിൽ പാപമാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ ഒരു കുഴി. പാപത്തിന്റെ പടുകുഴിയിലാണ് നമ്മൾ കിടക്കുന്നത്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല. ലൗകികത, ജഡമോഹം, സമ്പത്തിനോട് താല്പര്യങ്ങള്, ദൈവകൽപ്പന ധിക്കരിച്ചുള്ള ജീവിതം, കുത്തഴിഞ്ഞ ജീവിതം, അതുപോലെ തെറ്റായ ബന്ധങ്ങള്, ഇതിനൊക്കെ നടുവിൽ കിടക്കുമ്പോൾ ഓർക്കുക, ഇതൊരു അഗ്നിക്കുഴിയാണ്, രക്ഷയില്ലാത്ത അഗ്നിക്കുഴി. ഈ അഗ്നിക്കുഴിയില് നമ്മൾ ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ, നമ്മുടെ ജീവിതാവസ്ഥകളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ, കർത്താവ് ഏറ്റെടുക്കട്ടെ. അവിടുന്ന് നമ്മളെ അവിടുന്ന് രക്ഷിക്കാൻ അവിടുന്ന് തയ്യാറാണ്. കർത്താവിന്റെ കരങ്ങളില് എളിമയോടെ നമ്മൾ നിൽക്കുമെങ്കിൽ, നമ്മുടെ പാപങ്ങളൊക്കെ നമ്മൾ ഏറ്റുപറയുമെങ്കിൽ ദൈവം നമ്മളെ വീണ്ടെടുക്കും. ജീവിത പ്രതിസന്ധികളില്, രോഗാവസ്ഥകളില്, തകർച്ചയില്, നിരാശയില്,
ദുഃഖത്തിലൊക്കെ നിൽക്കുമ്പോൾ ഓർക്കുക, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ കിടക്കുന്ന കുരിശിന്റെ മറുവശത്ത് കർത്താവുണ്ട്. കർത്താവ് ഉണ്ടാകണം. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞാനും നീയും ഒക്കെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യും. അഗ്നിക്കുഴിയിൽ നമ്മൾ പുറത്തേക്ക് വരും, കൂടുതൽ ജ്വലിക്കുന്നവരായി, കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി, ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ പുറത്തേക്ക് വരും. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ വായിച്ചതുപോലെ ദൈവം കൂടെയുള്ളവരായിരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്താം. ആ ദൈവം അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4-മത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെ ഇരിക്കുന്നു. യേശു ക്രിസ്തു ഇന്ന് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുക. അവിടത്തേക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. നമ്മുടെ ജീവിത പ്രതിസന്ധികൾ അവിടുത്തെ ചേർത്ത് നിർത്താം. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കർത്താവിനെ നമുക്ക് ഉൾപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ കർത്താവ് ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ യേശു നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. അവിടുത്തെ ശക്തമായ കരം ഈ ജൂബിലിയുടെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടകരായി ആ പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ കണ്ടെത്താനുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെയും ആ ദൈവത്തിന്റെ ശക്തമായ അനുഭവത്തിലേക്ക് നമുക്ക് നയിക്കാം. നമ്മുടെ സാന്നിധ്യം തന്നെ അനുഗ്രഹമായിട്ട് അവർക്ക് മാറട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുപ്പിറവി ഒരുങ്ങുന്ന ഞങ്ങൾ ജീവിത പ്രതിസന്ധികളുടെ മധ്യയാണെന്ന് അങ്ങേക്കറിയാമല്ലോ. കർത്താവ്, ഈ കുരിശുകൾ മാറിപ്പോകട്ടെ എന്നല്ല, ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖവും നിരാശയും രോഗാവസ്ഥകളും മാറിപ്പോകട്ടെ എന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, അങ്ങ് കൂടെ ഉണ്ടാകണം. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശുഭമാകും. എല്ലാ സൗഖ്യവും ഞങ്ങൾക്ക് കിട്ടും. അങ്ങയുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. തിരുവചനങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ സൗഖ്യം, ഞങ്ങളുടെ ജീവിതത്തില് വലിയ സമാധാനം, അതുപോലെ തന്നെ അങ്ങയുടെ കരസ്പർശനം ഞങ്ങൾ അനുഭവിച്ചറിയും. അതിനായി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് ആത്മീയമായിട്ട് ഒരുങ്ങാം. ഹൃദയത്തിൽ സുഹൃതം കണ്ട് പുൽക്കൂട് തീർക്കാം. വിശുദ്ധമായി ജീവിതം നയിക്കാം. ഈശോയ്ക്കായിട്ട് ഹൃദയ കവാടങ്ങൾ തുറക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.